LDF അവരുടെ മുസ്ലിം വിരുദ്ധ നിലപാടുകളും SNDP NSS എന്നീ ഹിന്ദു സംഘടനകളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെ MESന്റെ ചെയർമാനായ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഒരു പ്രഭാഷണം ശ്രദ്ധേയമാവുകയാണ്. അവർക്ക് ഒന്നും ലഭിച്ചില്ല എന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഫസൽ ഗഫൂർ നൽകുന്നത്. അതിലൂടെ ഇത്തരക്കാരെ കൂട്ടുപിടിക്കുന്ന LDFന്റെ കപട നയത്തെയും ചെറുതായി കൊട്ടുന്നുണ്ട്. എന്താണ് ഫസൽ ഗഫൂർ പറഞ്ഞതെന്ന് ഒന്ന് നോക്കാം. കേരളത്തിൽ അംഗീകൃത കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വെറും 3 മാത്രമാണ്. NSS, SNDP, MES സഭാ സ്ഥാപനങ്ങൾ ഡയോസിസുകളുടെ കീഴിലായതിനാൽ കോർപ്പറേറ്റ് പരിധിയിൽ വരുന്നില്ല. ഈ 3 സംഘടനകളിലും MESന്റെ ബജറ്റ് മറ്റുള്ളവയുടെ 3 ഇരട്ടിയോളമാണെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. ഇത് MESന്റെ കാര്യക്ഷമമായ മാനേജ്മെന്റിനും സാമ്പത്തിക ശേഷിക്കും തെളിവാണ്. 1964 സ്ഥാപിതമായ MES മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ മറികടക്കാൻ ലക്ഷ്യമിട്ടു. പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായിരുന്ന മുസ്ലിങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ വിതരണത്തെക്കുറിച്ച് ഡോക്ടർ ഗഫൂർ വിമർശനാത്മകമായി സംസാരിക്കുന്നു. എയ്ഡഡ് സ്ഥാപനങ്ങൾ എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നത് പോലെ അല്ല. അതിനായി കഠിനാധ്വാനവും ശ്രമവും ആവശ്യമാണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ സ്വാശ്രയ മേഖല തുറന്നു കിട്ടിയപ്പോൾ മുൻ മുഖ്യമന്ത്രി AK ആന്റണി എല്ലാവരോടും സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പല സംഘടനകളും അന്ന് അവസരം പ്രയോജനപ്പെടുത്തിയില്ല. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വങ്ങൾ വ്യക്തമാക്കുന്നു. MES അന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങി വളർച്ചയുടെ പാതയിലെത്തി. കോളേജുകളുടെ എണ്ണത്തിൽ MES പിന്നിലാണെങ്കിലും നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. NSSന് 22 കോളേജുകളും SNDPക്ക് 14 ഉണ്ടെങ്കിൽ MESന് വെറും 7 മാത്രമേ ഉള്ളൂ. എന്നിട്ടും കഴിഞ്ഞ 30 വർഷത്തിനിടെ ഈ 7 കോളേജുകളും 6-7 സ്കൂളുകളും ഉപയോഗിച്ച് MES അസാധാരണമായ വളർച്ച കൈവരിച്ചു. മണ്ണാർക്കാട്, മമ്പാട്, മാറമ്പള്ളി, പൊന്നാനി തുടങ്ങിയ സ്ഥലങ്ങളിലെ കോളേജുകൾ ഓട്ടോണമസ് സ്റ്റാറ്റസ് നേടി. ചില ജില്ലകളിൽ സ്ഥാപനങ്ങൾ ഇല്ലാത്തതിനാൽ പ്രതിനിധാനം കുറവാണ് എന്ന് പറയുന്നത് യുക്തിയല്ല. സാമുദായിക സാന്നിധ്യമുള്ളിടത്ത് മാത്രമേ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും കഴിയൂ. ഉദാഹരണമായി കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ മുസ്ലിം സാന്നിധ്യം കുറവായതിനാൽ MESന് അവിടെ സ്ഥാപനങ്ങൾ കുറവാണ്. കേരളത്തിലെ രാഷ്ട്രീയം ഒരു മാന്യമായ അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നതെന്ന് ഡോക്ടർ ഗഫൂർ വ്യക്തമാക്കുന്നു. LDFO, UDFO ആകട്ടെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആ സമുദായത്തിന് പ്രാധാന്യമുള്ളിടത്ത് അവർക്ക് സീറ്റ് നൽകുന്നു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 105-ൽ ഹിന്ദു ഭൂരിപക്ഷമുള്ളവയാണ്. 35 മണ്ഡലങ്ങളിൽ മുസ്ലിം, ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നിച്ചാൽ മാത്രമേ ചില കക്ഷികൾക്ക് വിജയിക്കാനാകൂ. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതിനാൽ ആരെയാണ് ഭയപ്പെടേണ്ടത്? സമുദായ സംഘടനകൾ തമ്മിലുള്ള ഐക്യം ആവശ്യമാണ്. സമസ്തയും APയും EKയും മുജാഹിദുകളും NSSും SNDPയും തമ്മിലുള്ള ഐക്യം പോലെ. പക്ഷേ ആ ഐക്യം മറ്റുള്ളവരെ അപരവൽക്കരിച്ചുകൊണ്ടാവരുത്. രാഷ്ട്രീയത്തിൽ മതസംഘടനകൾ അമിതമായി ഇടപെടുന്നത് ശരിയല്ല. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക മാത്രം മതി. ചരിത്രപരമായി കോൺഗ്രസിന്റെ തീരുമാനങ്ങളിൽ മതസംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അത് അനുചിതമാണ്. ഉദാഹരണമായി പെരിന്തൽമണ്ണയിലെ കോളേജിനെ എയ്ഡഡ് ആക്കാൻ അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷയില്ലാതെ പരാതി പറയുന്നത് അസ്ഥാനത്താണ്. വർഗീയതയെ പെരുപ്പിച്ചു കാട്ടരുത് എന്നും ഡോക്ടർ ഗഫൂർ ഊന്നി പറയുന്നു. 2015-ൽ അദ്ദേഹം സാമുദായിക ധ്രുവീകരണത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലോ ന്യൂറോളജിസ്റ്റുകളുടെ അസോസിയേഷനുകളിലോ കേരള ഫിലിം ചേംബറിലോ വർഗീയത ഉണ്ടായിട്ടുണ്ടോ? MESന്റെ ക്യാമ്പസുകളിൽ ഇത്രയും വർഷമായിട്ടും ഒരു വർഗീയ സംഭവവും ഉണ്ടായിട്ടില്ല. MESന്റെ 50% അധ്യാപകരും അമുസ്ലിങ്ങളാണ്. മറ്റൊരു മതസംഘടനയ്ക്ക് ഇത് പറയാൻ കഴിയുമോ? വർഗീയത രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമാണ്. അതിനെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. ഉദാഹരണമായി ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ, ഒരു യൂസ്ലെസ് പെണ്ണിന്റെ വീഡിയോ, അത് വർഗീയമാക്കി കാണരുത്. ഇത് സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണത്തിന് കാരണമാകുന്നു. മുഖ്യധാരാ കക്ഷികൾ വിടുവായുത്തരങ്ങൾ പറയാതെ ജാഗ്രത പാലിക്കണം. സംവരണത്തിലും ന്യൂനപക്ഷ പദവിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പഴയ കാലം മുതലുള്ളതാണ്. നായരും ഈഴവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിച്ച് ബ്രാഹ്മണരെ എതിർത്ത ചരിത്രമുണ്ട്. പിന്നീട് ചിലർ പുറത്തായി. ന്യൂനപക്ഷ പദവിയിൽ 50% സീറ്റുകൾ വിട്ടുകൊടുക്കാൻ MESും മുസ്ലിം ലീഗിന്റെ സ്ഥാപനങ്ങളും സമ്മതിച്ചിരുന്നു. AK ആന്റണിയുടെ പോളിസി പൊളിഞ്ഞത് കോടതി ഇടപെട്ടതുകൊണ്ടാണ്. ഇത് കേരളത്തിലെ സംവരണ ചർച്ചകളുടെ സങ്കീർണതയെ വെളിപ്പെടുത്തുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രസംഗം കേരള സമൂഹത്തിന്റെ ഐക്യത്തിനുള്ള ഒരു മാർഗരേഖയാണ്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രചരണമല്ല. MESന്റെ മാതൃകയിലൂടെ സഹകരണവും ശ്രമവും മറ്റുള്ളവരോടുള്ള ആദരവും
കേരളം മുന്നോട്ട് പോകേണ്ടതുണ്ട്. വർഗീയതയെ പെരുപ്പിക്കാതെ ഐക്യത്തിന്റെ പാതയിൽ നിന്ന് കേരളത്തിന് മുന്നേറാൻ വർഗീയതയെ കൂട്ടുപിടിച്ച് ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പല സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ച ഇടതുപക്ഷം ഇപ്പോൾ ചെയ്യുന്നത് അതുതന്നെയാണ്.